മൈക്രോസോഫ്റ്റ് എക്സലിൽ മറ്റൊരു എക്സൽ വർക്ക്ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് ചെയ്ത് നമുക്ക് വേണ്ട വാല്യൂ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു സെർച്ച് ബാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ സമ്മറി എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മുഴുവൻ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് എൻട്രി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയിലെ വാല്യൂ ആണ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സെർച്ച് ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത് എംപ്ലോയി നെയിം എൻ്റർ ചെയ്ത് ഞാൻ ഡെമോ കാണിക്കാം. ഓൾറെഡി ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു നെയിം റിമൂവ് ചെയ്ത് എഫ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എഫ് എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ഫസ്റ്റ് നെയിം ഡിസ്പ്ലേ ചെയ്തത് കാണാം. നമുക്ക് കണ്ടെത്തേണ്ട എംപ്ലോയി നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എംപ്ലോയീസ് നെയിമും അവരുടെ ഡീറ്റെയിൽസും താഴെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. സെർച്ച് ബാറിൽ ഡാറ്റ റിമൂവ് ചെയ്യുന്ന സമയത്ത് താഴെ സെല്ലുകളിൽ നോട്ട് ഫൗണ്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മറ്റൊരു നെയിം സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി സെർച്ച് ബാറിൽ എച്ച് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എച്ച് എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹെൽബിൻ എന്നുള്ള നെയിം ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. എച്ച് ഇ എന്നുള്ളതിന് ശേഷം എം എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഹെമിൽ ജമൻ എന്ന എംപ്ലോയിയുടെ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മാനുവലി ടൈപ്പ് ചെയ്യാതെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്ത് എംപ്ലോയീസ് നെയിം സെലക്ട് ചെയ്യുന്ന സമയത്തും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു എംപ്ലോയിയുടെ മുഴുവൻ ഡീറ്റെയിൽസും താഴെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ മറ്റൊരു എക്സൽ വർക്ക്ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്നും നമുക്ക് വേണ്ട സ്പെസിഫിക് നെയിം ഫിൽട്ടർ ചെയ്തെടുക്കുന്നതിന് വേണ്ടി സെർച്ച് ബാർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഡാറ്റ സമ്മറി എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു വച്ചിരിക്കുന്ന എംപ്ലോയീസ് ഡീറ്റെയിൽസ് എന്ന ഈ ഒരു വർക്ക്ഷീറ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പുതിയൊരു വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണുന്ന പ്ലസ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വർക്ക് ബുക്ക് നെയിം ചേഞ്ച് ചെയ്യുന്നതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെർച്ച് ബോക്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് വ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡാറ്റ സമ്മറി എന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തു. ഹെഡിങ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നതിന് വേണ്ടി കൺട്രോൾ സി എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം സെർച്ച് ബോക്സ് എന്ന ഈ ഒരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തു. സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിൽ റോകളിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൾട്ട് ഇ എസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഈ ഒരു വിൻഡോയിലെ ട്രാൻസ്പോസ് എന്നുള്ള ഈ ഒരു ഭാഗം ടിക്ക് ചെയ്ത ശേഷം താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. കോളങ്ങളിൽ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഡാറ്റകൾ റോയിലേക്ക് പേസ്റ്റ് ആയത് കാണാം. അതിനുശേഷം ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു റോകൾക്കിടയിൽ ഒരു ബ്ലാങ്ക് റോ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി സൈഡിൽ ഓരോ റോകളായി കൺട്രോൾ എന്നുള്ള കീ ഹോൾഡ് ചെയ്ത ശേഷം ഞാൻ സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു കോളം സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോളം വിഡ്ത്ത് എന്നുള്ളത് സെലക്ട് ചെയ്തു. കോളം വിഡ്ത്ത് എന്നുള്ളത് ഞാൻ 17 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു കോളത്തിൻ്റെ വിഡ്ത്ത് ഞാൻ 32 എന്ന് സെലക്ട് ചെയ്തു. ഈ ഒരു കോളത്തിൻ്റെ സൈസ് ഞാൻ കുറച്ച് റെഡ്യൂസ് ചെയ്തു. ശേഷം ടെക്സ്റ്റ് എൻട്രി വരേണ്ട ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ഹോം എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഫോണ്ട് എന്നുള്ളത് ഞാൻ കാലിബ്രി എന്ന് സെലക്ട് ചെയ്തു. ഫോണ്ട് സൈസ് എന്നുള്ളത് 14 എന്ന് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് ബോൾഡ് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഈ ഒരു എൻറ്റയർ വർക്ക്ഷീറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. കളർ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് യെല്ലോ സെലക്ട് ചെയ്തു. എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റുകളെല്ലാം സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് കളർ എന്നുള്ളത് ബ്ലാക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ടെക്സ്റ്റ് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് വൈറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു കോളങ്ങളിലെ സെല്ലുകളും സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് വൈറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ബ്ലാങ്ക് റോസ് എല്ലാം സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റോ ഹൈറ്റ് എന്നുള്ളത് 9 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു റോസ് എല്ലാം സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റോ ഹൈറ്റ് എന്നുള്ളത് 25 എന്ന് സെലക്ട് ചെയ്തു.
അതിനുശേഷം ഈ ഒരു റോയുടെ സൈസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കോളൻ എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഒരു ഭാഗം ഞാൻ ബോൾഡ് ചെയ്തു. ഈ ഒരു കോളൻ സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. ശേഷം കോപ്പി ചെയ്ത് താഴെയുള്ള ഈ ഒരു സെല്ലുകളിലേക്കും ഞാൻ പേസ്റ്റ് ചെയ്തു. അടുത്തതായി സെർച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പർ എന്നുള്ള ടാബ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പി സിയിൽ ഡെവലപ്പർ എന്നുള്ള ടാബ് ഡിസ്പ്ലേ ചെയ്യുന്നില്ല എങ്കിൽ ഹോം എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റമൈസ് റിബൺ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പണായി വരുന്ന കസ്റ്റമൈസ് റിബൺ എന്നുള്ള ഈ ഒരു വിൻഡോയിലെ മെയിൻ ടാബ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് താഴെ ഡെവലപ്പർ എന്നുള്ളത് ടിക്ക് ചെയ്ത ശേഷം താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡെവലപ്പർ എന്നുള്ള ടാബ് ഇനേബിൾ ആയത് കാണാം. ഡെവലപ്പർ എന്നുള്ള ഈ ഒരു ടാബ് സെലക്ട് ചെയ്തു. ഇൻസേർട്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ആക്റ്റീവ് എക്സ് കൺട്രോൾസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് രണ്ടാമത് ഡിസ്പ്ലേ ചെയ്യുന്ന കോംബോ ബോക്സ് ആക്റ്റീവ് എക്സ് കൺട്രോൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്തായി ഞാൻ ഡ്രോ ചെയ്തു. അതിനുശേഷം ഡാറ്റ സമ്മറി എന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തു. നെയിം എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ സെലക്ട് ചെയ്തു. അതിനുശേഷം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകൾക്കെല്ലാം ഒരു റെഫറൻസ് നെയിം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് നെയിം ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം സെർച്ച് ബോക്സ് എന്ന ഈ ഒരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തു. ക്രിയേറ്റ് ചെയ്തു വച്ചിരിക്കുന്ന കോംബോ ബോക്സ് എന്ന ഈ ഒരു ഭാഗത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. പ്രോപ്പർട്ടീസ് എന്ന ഈ ഒരു വിൻഡോയിലെ ലിങ്ക്ഡ് സെൽ എന്നുള്ള ഈ ഒരു ഭാഗത്തിന് നേരെ A1 എന്ന് ടൈപ്പ് ചെയ്തു. ലിസ്റ്റ് ഫിൽ റേഞ്ച് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നെയിം ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഈ ഒരു വിൻഡോ ഞാൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഡിസൈൻ മോഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം കോംബോ ബോക്സിലെ ഈ ഒരു ആരോ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡാറ്റ സമ്മറി എന്ന എക്സൽ വർക്ക്ഷീറ്റിലെ എൻട്രി ചെയ്തിരിക്കുന്ന മുഴുവൻ നെയിമുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ശേഷം ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഷേപ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് റൗണ്ടഡ് റെക്റ്റാങ്കിൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്തായി ഞാൻ ഡ്രോ ചെയ്തു. ശേഷം ഈ കാണുന്ന യെല്ലോ പോയിന്റിൽ സെലക്ട് ചെയ്ത് ഞാൻ ഫുൾ റൗണ്ട് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് ഫിൽ എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് ഔട്ട്ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് നോ ഔട്ട്ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് എഫക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഷാഡോ എന്നുള്ള ഭാഗത്ത് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തു. ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ബാക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ശേഷം ഐക്കൺസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. സ്റ്റോക്ക് ഇമേജസ് എന്ന ഈ ഒരു വിൻഡോയിൽ സെർച്ച് എന്ന് ടൈപ്പ് ചെയ്തു. ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു സെർച്ച് ഐക്കൺ സെലക്ട് ചെയ്തു. താഴെ ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു ഐക്കൺ സൈസ് ഞാൻ റെഡ്യൂസ് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്തേക്കായി ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഷേപ്സ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് റൗണ്ടഡ് റെക്റ്റാങ്കിൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഞാൻ ഡ്രോ ചെയ്യുന്നുണ്ട്. ഷേപ്പ് ഫിൽ എന്നുള്ളത് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ള ഭാഗത്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്തു. ഷേപ്പ് എഫക്റ്റ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഷാഡോ എന്നുള്ള ഭാഗത്ത് ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ബോക്സിനുള്ളിൽ ഡാറ്റ സമ്മറി എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഈ ഒരു ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റ് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ലിങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്ന ഈ ഒരു വിൻഡോയിൽ പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഡിസ്പ്ലേ ചെയ്യുന്ന ഡാറ്റ സമ്മറി എന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്തു. സ്ക്രീൻ ടിപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഒരു സ്പേസ് എൻ്റർ ചെയ്തു. ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു ഭാഗത്ത് മൗസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഹാൻഡ് ടൂൾ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം.
ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ആയത് കാണാം. സെയിം ഷോർട്ട് കട്ട് ഈ ഒരു ഭാഗത്തും കോപ്പി ചെയ്ത് ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഈ ഒരു ടെക്സ്റ്റ് റിമൂവ് ചെയ്ത് സെർച്ച് ബോക്സ് എന്ന് ടൈപ്പ് ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ലിങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്തു. സെർച്ച് ബോക്സ് എന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്ത് താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് സെർച്ച് ബോക്സ് എന്ന വർക്ക്ഷീറ്റ് ഓപ്പൺ ആയത് കാണാം. അതിനുശേഷം സെർച്ച് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യുന്ന നെയിം ബേസ് ചെയ്ത് ആ ഒരു എംപ്ലോയിയുടെ മുഴുവൻ ഡാറ്റകളും ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ VLOOKUP പ്ലസ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു VLOOKUP ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ലുക്കപ്പ് വാല്യൂ എന്നുള്ള സ്ഥലത്ത് കോംബോ ബോക്സിലെ പ്രോപ്പർട്ടീസ് എന്ന വിൻഡോയിൽ ലിങ്ക്ഡ് സെൽ എന്നുള്ള ഭാഗത്ത് A1 എന്നായിരുന്നു നമ്മൾ ടൈപ്പ് ചെയ്തത്. ആ ഒരു സെൽ റെഫറൻസ് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെൽ റെഫറൻസിന് വേണ്ടി A1 എന്ന് ടൈപ്പ് ചെയ്തു. ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ F4 എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം കോമ ടേബിൾ അറേ എന്നുള്ള സ്ഥലത്ത് ഡാറ്റ സമ്മറി എന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്ത് ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകൾ ഹെഡിങ് ചേർത്ത് താഴെ വരെ ഞാൻ സെലക്ട് ചെയ്തു. ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി F4 എന്നുള്ളത് സെലക്ട് ചെയ്തു. കോമ കോളം ഇൻഡെക്സ് നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിനുവേണ്ടി മാച്ച് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ലുക്കപ്പ് വാല്യൂ എന്നുള്ളതിൽ ഫസ്റ്റ് സെല്ലിലെ വാല്യൂ നെയിം എന്നുള്ളതാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ല് നമ്മൾ ലോക്ക് ചെയ്യുന്നില്ല. ശേഷം കോമ ടേബിൾ അറേ എന്നുള്ള സ്ഥലത്ത് ഡാറ്റ സമ്മറി എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിലെ ഹെഡിങ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി F4 എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം കോമ ശേഷം മാച്ച് എന്ന ഫംഗ്ഷനിലെ എക്സാക്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി 0 ബ്രാക്കറ്റ് ക്ലോസ് കോമ VLOOKUP ഫംഗ്ഷനിലെ എക്സാക്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി 0 ശേഷം ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് സെർച്ച് ബാറിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു സെയിം നെയിം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. സെർച്ച് ബാറിൽ മറ്റൊരു നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന ആ ഒരു നെയിം താഴെ ഭാഗത്തും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതിനുശേഷം താഴെയുള്ള സെല്ലുകളിലും വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് Ctrl+C എന്നുപയോഗിച്ച് കോപ്പി ചെയ്ത് താഴെ സെല്ലുകളിൽ Ctrl+V എന്നുപയോഗിച്ച് പേസ്റ്റ് ചെയ്തു. സെർച്ച് ബാറിൽ മറ്റൊരു നെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴെ മുഴുവൻ സെല്ലുകളിലും വാല്യൂസ് അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. സെർച്ച് ബാറിൽ നെയിം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് താഴെ സെല്ലുകളിൽ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. എന്നാൽ ഈ ഒരു ഡാറ്റയിൽ എൻട്രി ചെയ്യാത്ത ഒരു നെയിം ടൈപ്പ് ചെയ്യുന്ന സമയത്തും ബ്ലാങ്ക് ആയിരിക്കുന്ന സമയത്തും NA എന്നുള്ള എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇങ്ങനെയുള്ള സമയത്ത് നോട്ട് ഫൗണ്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഫോർമുല എഡിറ്റ് ചെയ്യാം. ഫോർമുല എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ F2 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു എന്ന് കഴിഞ്ഞതിന് ശേഷം എറർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ അതിനുശേഷം ഏറ്റവും അവസാന ഭാഗത്ത് ബ്രാക്കറ്റ് ക്ലോസ് എന്നുള്ളതിന് ശേഷം കോമ ഡബിൾ കോട്ട് നോട്ട് ഫൗണ്ട് ഡബിൾ കോട്ട് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് സെർച്ച് ബാറിൽ ബ്ലാങ്ക് ആയതിനാൽ ഈ ഒരു സെല്ലിൽ നോട്ട് ഫൗണ്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു സെല്ല് കോപ്പി ചെയ്ത് താഴെ സെല്ലുകളിലും ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സെർച്ച് ബാറിൽ നെയിം എൻട്രി ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ഡീറ്റെയിൽസും നെയിം എൻട്രി ചെയ്യാത്ത സമയത്ത് നോട്ട് ഫൗണ്ട് എന്നും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. A1 എന്നുള്ള സെല്ലിലെ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് കളർ എന്നുള്ളത് ഈ ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്തു. മൈക്രോസോഫ്റ്റ് എക്സലിൽ സെർച്ച് ബാർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ.
മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള മലയാളം ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.